നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം ഏതാനും ദിവസങ്ങളായി ബഹ്റൈനിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനം കൈക്കൊണ്ട് അധികൃതർ രംഗത്തെത്തി. ഇതിന്റെ ഭാഗമായി മെയ് 27 അർദ്ധരാത്രി 12 മണി മുതൽ ജൂൺ 10 രാത്രി 12 മണി വരെ അടിയന്തര സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ ഒഴികെ മറ്റെല്ലാ സ്ഥാപനങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും അടച്ചിടാൻ നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് തീരുമാനിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തോതിലുള്ള പ്രതിദിന കോവിഡ് കേസുകളും കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ തിങ്കളാഴ്ച 2800 പ്രതിദിന കോവിഡ് കേസുകളായിരുന്നു ബഹ്റൈനിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണിത് എന്നാണ് റിപ്പോർട്ട്. അന്ന് തന്നെ 28 മരണങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇതിനകം 852 പേരാണ് കോവിഡ് ബാധിച്ച് രാജ്യത്ത് മരണപ്പെട്ടത്. സർക്കാർ പൊതുമേഖലാ ഓഫീസുകളിലെ ഹാജർ നില 30% കുറയ്ക്കണം. ബാക്കിയുള്ളവർ വർക്ക് ഫ്രം ഹോം രീതിയിൽ പ്രവർത്തിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടാതെ സർക്കാർ, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടുള്ള ക്ലാസുകൾ പാടില്ല. ഇവിടങ്ങളിൽ വിദൂര പഠനം തുടരുമെന്നും പറഞ്ഞു. സ്വകാര്യ ചടങ്ങുകൾ, ഒത്തുചേരലുകൾ, കായിക പരിപാടികൾ എന്നിവയ്ക്കും വിലക്കേർപ്പെടുത്തി. സമ്മേളനങ്ങളോ യോഗങ്ങളോ ചേർന്നതിനും 2 ആഴ്ചത്തേക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം വെള്ളിയാഴ്ച മുതൽ അടച്ചിടുന്നവ ഇവയൊക്കെയാണ്: മോളുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, ജിമ്മുകൾ, നീന്തൽക്കുളങ്ങൾ, സ്പോർട്സ് ഹാളുകൾ, വിനോദ കേന്ദ്രങ്ങൾ, റെസ്റ്റോറന്റുകൾ, കഫേ അതായത് ടേക്ക് അവേ ഡെലിവറി അനുവദിക്കുന്നതായിരിക്കും. ബാർബർ ഷോപ്പുകൾ, സലൂണുകൾ, ബ്യൂട്ടി പാർലർ, മസാജ് സെന്റർ, സിനിമാ തിയേറ്ററുകൾ, കോൺഫറൻസുകളും മറ്റ് പരിപാടികളും. കായിക മത്സരങ്ങളിൽ കാണികൾ പാടില്ല. വീടുകളിലെ സ്വകാര്യ ചടങ്ങുകൾ നടത്തരുത്. സർക്കാർ ഓഫീസുകളിൽ 70% വരെ ജീവനക്കാർക്ക് വീടുകളിലിരുന്ന് ജോലി. സ്കൂളുകൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കിൻഡർ ഗാർഡനുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ, നഴ്സറികൾ, ട്രെയിനിംഗ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ ഓൺലൈൻ പഠനം മാത്രം. അന്താരാഷ്ട്ര പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിന് ഇളവ് ഏർപ്പെടുത്തി. ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള യാത്രാ നിയന്ത്രണങ്ങളും തുടരുന്നതാണ്. പ്രവർത്തനം അനുവദിച്ചിട്ടുള്ളവ ഇവയൊക്കെയാണ്: ഹൈപ്പർ മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, കോൾഡ് സ്റ്റോറുകൾ, ഗ്രോസറി സ്റ്റോർ, പച്ചക്കറിക്കടകൾ, മത്സ്യ മാംസ വിൽപ്പനശാലകൾ, ബേക്കറികൾ, പെട്രോൾ പമ്പുകൾ, ഗ്യാസ് സ്റ്റേഷനുകൾ, സ്വകാര്യ ആശുപത്രികൾ, ഫാർമസികൾ, ടെലികമ്മ്യൂണിക്കേഷൻ സ്ഥാപനങ്ങൾ, ബാങ്ക്, ATM, മണി എക്സ്ചേഞ്ച്, പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധമില്ലാത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ, ഇറക്കുമതി കയറ്റുമതി സ്ഥാപനങ്ങൾ, വാഹന റിപ്പയർ വർക്ക്ഷോപ്പുകൾ, ഗ്യാരേജുകൾ, സ്പെയർ പാർട്സ് കടകൾ, കൺസ്ട്രക്ഷൻ മെയിന്റനൻസ് മേഖലയിലെ സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ എന്നിവയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.